ഹലോ എവരിവൺ, മൈ നെയിം ഇസ് അനഷ്. നിങ്ങളിൽ പല ആൾക്കാരും മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സ് ട്രൈ ചെയ്യുന്ന ആൾക്കാരാവും. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഈ ഒരു കാര്യം വർക്കൗട്ട് ആവുന്നുണ്ടാവും, അതേപോലെ തന്നെ വർക്കൗട്ട് ആവാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങൾ രണ്ട് കൂട്ടർക്കും വളരെ സിമ്പിൾ, അതേപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ടെക്നിക്കിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് കോൾഡ് ദി മിറർ ടെക്നിക്. ഈ ഒരു ടെക്നിക്ക് ക്ലോഡ് ബ്രിസ്റ്റോൾ മാജിക് ഓഫ് ബിലീവിംഗ് എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് റൈറ്റ് നൗ, അതിൻ്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ആ ഒരു ഇത് നിങ്ങൾക്ക് വേറൊരാളുടെ മേൽ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ഡെയിലി ഉണ്ടാക്കുന്ന നിങ്ങൾ ഓരോ തോട്ട്സ്, നിങ്ങൾ ഓരോ ഡെയിലി ചെയ്യുന്ന ആക്ഷൻസ്, ഇതൊക്കെ റീസൺ ആണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് ഇപ്പോൾ കറന്റ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്. അതിനൊക്കെ റീസൺ നിങ്ങൾ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളിൽ ഓരോ സെക്കൻഡ് ഉണ്ടാകുന്ന തോട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം ചെയ്യുന്ന ആക്ഷൻസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ബിക്കോസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണോ നിങ്ങൾ ആ ഒരു റീവയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ സെറ്റ് ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടാണ് നിങ്ങളെ തോട്ട്സ് ഉണ്ടാവുക, അതേപോലെ തന്നെ നിങ്ങൾ ഓരോ ദിവസം ഉണ്ടാക്കുന്ന ആക്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മാറ്റിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് റീവെയർ ചെയ്തെടുക്കണം. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു കാര്യം തുടങ്ങണമെന്നുണ്ടെന്ന് വിചാരിക്കാം, ഒരു ബിസിനസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. പക്ഷെ നിങ്ങൾ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചിലപ്പോൾ നടക്കില്ല എന്നുള്ള തോട്ട്സും ആ ഒരു നെഗറ്റീവ് സോർട്ട് ഓഫ് ബിലീവിംഗ് ആണ് നിങ്ങളുടെ ഉള്ളിൽ, ഒരു ലിമിറ്റിംഗ് ബിലീവ്സ് ആണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായാലും നിങ്ങൾ ചിലപ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾ ചിലപ്പോൾ അതിനനുസരിച്ച് ഒരു തുടക്കം വെക്കണമെന്നില്ല. കാരണം അതിൻ്റെ റീസൺ എന്താ, നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ മാറ്റിയെടുത്താലാണ് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ആക്ഷൻ പോലും എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിയാലിറ്റി ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു മിറർ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് മാറ്റിയെടുക്കണം. യു നീഡ് സംതിങ് ടു പെനിട്രേറ്റ് ഇൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അതുപോലെ തന്നെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു മെന്റൽ വൈബ്രേഷൻ്റെ ആ ഒരു ലെവൽ വരെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബി സ്പെസിഫിക് അബൌട്ട് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയണം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുറച്ച് പൈസ ആണെന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി എക്സാക്ട്. നിങ്ങൾക്ക് കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, യു ഹാവ് ടു ബി എക്സാക്ട്. നമുക്ക് എത്രയാണ് വേണ്ടതെന്നുള്ള അറിയാം. മാർക്സ് ആണെങ്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യണമെന്ന് അറിയണം. നമുക്ക് എന്താണോ വേണ്ടത് അത് പ്രോപ്പർ എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുന്നോ അത്രയും ക്ലിയർ ആയിട്ട് നമുക്കൊരു ഇത് വേണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ChatGPT യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള റിസൾട്ട് കിട്ടണം. യു ഹാവ് ടു ബി ക്ലിയർ അബൌട്ട് ദ പ്രോംപ്റ്റ്. നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അത്ര ക്ലിയർ ആയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടാം. അതേ മെത്തേഡ്, അതേ സംഭവം തന്നെയാണ് നമ്മൾ യൂണിവേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ഗോഡിന് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്രോപ്പറായി നമുക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഗോ ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. അതുപോലെ തന്നെ നിങ്ങളെ പോസ്റ്റർ സ്ട്രെയിറ്റ് ആവണം. നിങ്ങൾ നോക്കുമ്പോൾ ജസ്റ്റ് ലുക്ക് ക്ലിയർലി ഇൻ ടു യുവർ ഐസ്. നിങ്ങളെ കണ്ണിൽ എന്തുകൊണ്ടാണ് നോക്കണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, യുവർ ഐസ് ഈസ് എ വിൻഡോ ടു യുവർ സോൾ. നിങ്ങളുടെ സോളിലോട്ടുള്ളൊരു വിൻഡോ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് നോക്കിയിട്ട് ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ടെൽ ടു യുവർ സെൽഫ് ദാറ്റ് യു ആർ ഗോണ ഗെറ്റ് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എനിക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾ കണ്ണാടി നോക്കി പറയാം. നിങ്ങളപ്പോൾ അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, യു ആർ ആക്ച്വലി വേക്കിംഗ് അപ്പ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾ അതിനോട് എന്താണോ വിശ്വസിക്കേണ്ടത്, എന്താണോ ചെയ്യണം എന്നുള്ളൊരു കമാൻഡ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളിങ്ങനെ നോക്കി പറയുമ്പോൾ നിങ്ങൾ കൊടുക്കുകയാണ്. പക്ഷേ ഇത് തുടങ്ങുന്നതിന് മുന്നേ സ്റ്റാർട്ട് ബൈ എക്സ്പ്രസിങ് ദ ലവ് ടു യുവർ സെൽഫ്. ഇപ്പം നിങ്ങൾക്ക് കണ്ണാടി മുന്നിൽ പോയിട്ട് നിങ്ങൾക്ക് പറയാം ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം പറയാം. ബിക്കോസ് സെൽഫ് ലവ് എന്ന് പറയുന്നൊരു കാര്യം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ ഒരു കാര്യം ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് അതിന് മുന്നോട്ട് പോയിട്ട് യു കുഡ് ടെൽ താങ്ക് യു, അല്ലെങ്കിൽ യു കുഡ് ടെൽ, നമുക്ക് പറയുമ്പോൾ യു ഹാവ് ടു സേ യുവർ നെയിം ടു. ഓക്കെ, ഞാനപ്പോൾ പോയിട്ട് പറയുമ്പോൾ അനാഷ് യു ആർ റിയലി എ ഗുഡ് പേഴ്സൺ, അല്ലെങ്കിൽ യു ലവ് ഹെൽപ്പിംഗ് പീപ്പിൾ, എന്ത് വേണമെങ്കിലും പറയാം. ബിക്കോസ് സെൽഫ് ലവ് നമ്മൾ എത്രത്തോളം നമുക്ക് നമ്മളോട് സെൽഫ് ലവ് കൊടുക്കാൻ പറ്റുന്നോ യു വിൽ ബി ദാറ്റ് മച്ച് ഹാപ്പി. നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആവുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ഇവൻച്വലി. ബിക്കോസ് സെൽഫ് ലവ് അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളെ കണ്ണാടിയിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ഇങ്ങനെ പറയുമ്പോൾ യു വിൽ ഫീൽ സംതിങ് ഇൻസൈഡ് യു. നിങ്ങളാ ശരിക്കും നിങ്ങളെ സ്പിരിറ്റിന് എന്തെങ്കിലും ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ശരിക്കും വരും. നിങ്ങൾക്ക് അത്രത്തോളം ഡീപ്പായിട്ടാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ താങ്ക് യു പറയുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ യു വിൽ സീരിയസ്ലി ഫീൽ സംതിങ് ഇൻസൈഡ് യു. ഇനിയിപ്പോൾ നിങ്ങൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ടൈം ആയിക്കോട്ടെ, ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ മിററിന്റെ മുന്നിൽ പോവുക, നേരെ നോക്കിയിട്ട് ടെൽ ടു യുവർ സെൽഫ് ദാറ്റ് യു ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ്. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇറ്റ്സ് ബെറ്റർ യു ടെൽ യുവർ നെയിം ടു. ഇപ്പോൾ ഞാൻ കണ്ണാടിന് മുന്നിൽ പോയിട്ട് പറയാം ഹനാഷ് യു ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ്. അങ്ങനെ പറയുമ്പോൾ യു ആർ ആക്ച്വലി മോട്ടിവേറ്റിംഗ് യുവർ സെൽഫ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഇവൻച്വലി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും, നിങ്ങൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. ഭയങ്കര മേജർ ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് അതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിത് പറയുമ്പോൾ യു ഹാവ് സപ്പോസ് ടു ടെൽ ഇറ്റ് ഇൻ ദ പ്രസന്റ് ടെൻസ്. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കറന്റ് ഈ ഒരു ടൈമിൽ പല പോസിബിലിറ്റീസ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ
കണ്ണാടിന് മുന്നിൽ പോയിട്ട് നിങ്ങൾ അവിടെ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫ്യൂച്ചർ ആണ് വേണ്ടത് എന്നാണ് നിങ്ങൾ കമാൻഡ് കൊടുക്കുക. യു ആർ കറന്റ്ലി ആ ടൈമിൽ നിങ്ങൾ ഓരോ ഫ്യൂച്ചർ എന്താണോ വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യാണ്. നിങ്ങൾ കമാൻഡ് ആയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഒരു ഫ്യൂച്ചർ ഇവൻച്വലി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ആ ഒരു പ്രസന്റ് ടെൻസിൽ വേണം ഈ ഒരു കമാൻഡ് നിങ്ങളോട് തന്നെ പറയാം. ഇത് നിങ്ങൾ വെറുതെ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് 2-3 വാക്ക് പറഞ്ഞ് അതിന് പോയി കിടന്നുറങ്ങാം, എന്നിട്ട് അടുത്ത ദിവസം വന്ന് പിന്നെ 2-3 വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിതൊരു കീ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു കാര്യം പറയുമ്പോൾ യു ആർ സപ്പോസ് ടു ഫീൽ ഇറ്റ് ഇൻസൈഡ്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ആ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു ഫീലിംഗ് വേണം. അല്ലാണ്ട് നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ശരിക്കുള്ള ആ ഒരു ഇത് കിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് അഫർമേഷൻസ് വർക്കാവാത്തത്. നിങ്ങൾ ആ ഒരു ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഉള്ളിൽ ഫീൽ ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. ആ ശരിക്കും ആ ഒരു പ്രസന്റ് മൊമെന്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാലാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ശരിക്കും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ യു ആർ സപ്പോസ് ടു ബിലീവ് ഇൻ ഇറ്റ്. നിങ്ങൾക്ക് അതിലൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിലൊരു ശരിക്കുള്ള ഫീലിംഗ് ഉണ്ടാവാത്തത്. നിങ്ങൾക്ക് അതിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ യു വിൽ ഹാവ് ദ ഫീലിംഗ് ആൻഡ് യു വിൽ ഗെറ്റ് വാട്ട് യു വാണ്ട്. ആൻഡ് വെൻ യു സ്റ്റാർട്ട് ബിലീവിങ് ഇൻ ഇറ്റ് യു വിൽ സ്റ്റാർട്ട് മേക്കിംഗ് ദ റൈറ്റ് ആക്ഷൻസ്. നിങ്ങൾ അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിലിപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടൈമോ ഇതൊന്നുമില്ല. നിങ്ങളിത് എപ്പോഴാണ് നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുകയാണ്. യു ആർ ആക്ച്വലി മോട്ടിവേറ്റിംഗ് യുവർ സെൽഫ്. അതിന് പ്രത്യേകിച്ച് ടൈമോ ഇത്ര നേരമോ ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും എപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോകുമ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ യു വിൽ ആക്ച്വലി സ്റ്റാർട്ട് ഫീലിംഗ് ദാറ്റ്. നിങ്ങൾക്ക് മുഖത്തൊരു ചിരിയൊക്കെ വരും, ആ ഒരു സ്മൈലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ശരിക്കും നിങ്ങളുടെ ആ ഒരു എനർജി ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ആ ഒരു അഫർമേഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതൊക്കെ ശരിക്കും വർക്കൗട്ട് ആവണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യണം. അതിനനുസരിച്ചുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ആ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ആ ഒരു എനർജി ഷിഫ്റ്റ് ഉണ്ടാവുന്നതും ആ ഒരു കാര്യം റിയാലിറ്റിയിലിട്ട് വരുന്നത്. പക്ഷേ യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ ശരിക്കും വർത്തി ആണെന്നുള്ളത് നിങ്ങൾക്കൊരു വിശ്വാസം വേണം. എന്നാലാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നോട്ട് വരുള്ളൂ. ഇപ്പോൾ യൂണിവേഴ്സ് ആയിക്കോട്ടെ, ഗോഡ് ആയിക്കോട്ടെ, ദേ ആക്ച്വലി വോണ്ട് ടു ഗീവ് യു എവറിത്തിങ്. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതൊക്കെ തരണം എന്ന് അവർക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ ഓരോ ലിമിറ്റിംഗ് ബിലീവ്സ് കാരണം നിങ്ങൾക്കത് വരാണ്ടാവുന്ന ഒരു നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീവ്സ് കാരണമാണ്. ബിക്കോസ് ദേ ജസ്റ്റ് വോണ്ട് ടു ഗീവ് യു എവറിത്തിങ്. അതേ നേരം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കതൊരു ഡിസേർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലോട്ട് എത്തില്ല എന്നുള്ളൊരു ഓരോ ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, ആഗ്രഹങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ സ്ലോ ഡൗൺ ആവുന്നതും അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് എത്താത്തതും നിങ്ങളുടെ ഓരോ തോട്ട്സും നിങ്ങളുടെ ഓരോ ലിമിറ്റിംഗ് ബിലീവ്സും കാരണമാണ്. അതാണ് ഞാൻ വീഡിയോയിൽ ഏറ്റവും ആദ്യം പറഞ്ഞത്. നിങ്ങൾ റിയാലിറ്റി ഇപ്പം എങ്ങനെയാണോ ഇതിൻ്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളത്. ആസ് ലോങ് ആസ് യു ബിലീവ് ഇൻ യുവർ വിഷൻ, നിങ്ങൾ എന്തായിക്കോട്ടെ, നിങ്ങൾ പറയുന്ന ഡെയിലി പറയുന്ന കാര്യമായിക്കോട്ടെ, ആൻഡ് യു ടേക്ക് ദ നെസസറി സ്റ്റെപ്പ് ടുവേർഡ്സ് ഇറ്റ്, ആസ് ലോങ് ആസ് യു ബിലീവ് ഇൻ ഇറ്റ്, നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റും. അത് ആർക്കും തടയാൻ പറ്റില്ല. യു ക്യാൻ മേക്ക് ഇറ്റ് വർക്ക് നോ മാറ്റർ വാട്ട്. Hope you guys enjoyed watching this video. Make sure you guys like, comment and subscribe. അടുത്തൊരു വീഡിയോയിൽ കാണാം. Until then, bye.